Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുള്ളൻ എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നതെന്നും അത് കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് ഫ്രൈ ചെയ്യുന്നതെന്നുമാണ്. എളുപ്പ രീതിയിലുള്ള ഒരു മസാലയാണ് ഞാൻ ഈ മീനിന് പരട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാനിവിടെ 1/2 കിലോ മുള്ളനാണ് മേടിച്ച് വെച്ചേക്കുന്നത്. ഇതിന് ഞങ്ങൾ പറയണത് പാമുള്ളൻ എന്നാന്നു. അപ്പോൾ ഇത് കുറച്ച് നല്ല വലിപ്പമുള്ളൊരു മുള്ളനാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലായാലും തൂക്കം തയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ മുള്ളനും തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ നാടൻ മുള്ളൻ. ഇതിപ്പോൾ മൊത്തം 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ആദ്യമേ ഇതിൻ്റെ വാലങ്ങ് വെട്ടിക്കളയാം. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ മുള്ളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ മുള്ളിന് അത്ര വലിയ ബലമൊന്നും കാണത്തൊന്നുമില്ല കേട്ടോ. മറ്റേ ചെറിയ മുള്ളനാണ്, നമ്മുടെ നാടൻ മുള്ളനാണ് അതിൻ്റെ മുള്ളിന് നല്ല ബലം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഈ ചിറകൊക്കെ വെട്ടിക്കളയാം. ഇപ്പം കത്രികയായിരിക്കും കുറച്ചുകൂടെ നല്ലത് കത്തിയേക്കാളും. പിന്നെ ഇപ്പം നമ്മളിത് കളയുമ്പോൾ ഇതിൻ്റെ തല മാത്രമല്ല ഈ ഒരു ഭാഗം കൂടെ കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കുമോ ഇവിടെ മാംസം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മൾ വറക്കുമ്പോൾ ഈ ഭാഗങ്ങൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് കളയുമ്പോൾ അതും കൂടെ കളഞ്ഞേക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഈ ഭാഗം കൂടെ കട്ട് ചെയ്ത് കളയണേണ്. ചില അതിരുന്നാലും അത് പൊട്ടിത്തെറിക്കും. അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ഞാനതെല്ലാം നല്ല നീറ്റാക്കിയിട്ടുണ്ട്. ഇത് വെട്ടാൻ എളുപ്പമായി ഈ മീൻ. എന്നുവെച്ചാൽ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഈ ചെറിയ മുള്ളൻ എങ്ങനെ വെട്ടുന്നത് നോക്കാം. അതും ഇതുപോലെ തന്നെ വാലും. അപ്പോൾ ഇതിൻ്റെ മുള്ളിന് കുറച്ച് ബലം ഉണ്ടാവും. ആദ്യമേ ചിറകൊക്കെ വെട്ടിക്കളയാം. പിന്നീട് ഈ തലയുടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് മുറിക്കുക. ഉണ്ടോ? ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മീനിൻ്റെ മുട്ടയാണ്. ഇത് കണക്കെ ചിറക് ഇത് നമ്മുടെ കൈ കുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കഴപ്പ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ഭയങ്കര ബലം. അത് കൈ കുത്തിക്കോളൂ. ഇതിൻ്റെ ഉള്ള ആ കുടലും വേസ്റ്റൊക്കെ നിൽക്കാം. മുട്ട ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പോകുവാണെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മീൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കഴുകാൻ പോവുക. കഴുകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റാവും. നിർബന്ധമില്ല. ഇങ്ങനത്തെ മീൻ ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പിടുവാന്നുണ്ടെങ്കിൽ ഈ മീൻ കാണാൻ നല്ല ഭംഗിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്ന് ഉപ്പിട്ടിട്ട് അതിന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ആ ഉപ്പിട്ട് കഴുകുമ്പോഴത്തേക്കും അതിൻ്റെ പുറമേയുള്ള ഇതൊക്കെ പോകുന്നുണ്ടോ. നമ്മൾ സാധാരണ കഴുകി കഴിഞ്ഞാൽ അതൊന്നും പോകത്തില്ല. അങ്ങനെ ശരിക്കും ഇങ്ങനത്തെ മീനിന് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഇതാണൊക്കെ അതിനൊക്കെ ഈ മീനൊക്കെ കഴുകുമ്പോൾ ഒരുപാട് പ്രാവശ്യമൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് നേരം കഴുകി കഴിഞ്ഞാൽ മീനിൻ്റെ അതിൻ്റെ ഗുണം എല്ലാം പോകും. അപ്പോൾ ഒരു മാക്സിമം ഒരു 4 പ്രാവശ്യം, അതിൽ കൂടുതലൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ മീനിന് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ എനിക്ക് വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വറക്കാനാകുമ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒരു വരഞ്ഞു കൊടുക്കണേ. വരയണ എന്നത്തിനാന്ന് വെച്ചാൽ മസാലയൊക്കെ ഇതിൻ്റെ പുറമേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ചെറുതിൻ്റെ പുറത്തും ഞാനിങ്ങനെ ചെറിയൊരു വര വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മീനൊന്നും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ മസാല പറ്റാൻ പോവാം. അപ്പോൾ ഞാനൊരു സിമ്പിൾ മെത്തേഡിലുള്ള ഒരു മസാലയാണ് ഇതിനകത്ത് പറ്റുന്നത്. മുള്ളനൊക്കെ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. നമ്മൾ കുരുമുളകൊക്കെ അധികം ഇട്ടിട്ടുള്ള ഒരു മസാല. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേണ്.
1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ മുളക് പൊടി കുറച്ചിട്ട് കുരുമുളകാണ് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ്. ഇനി ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ മീനിൽ കറക്റ്റായിട്ട് പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ മസാല കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതിലിങ്ങനെ കറിവേപ്പില അടക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഏത് മീൻ വറക്കുമ്പോഴും അതിൻ്റെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടും. അപ്പോൾ നല്ല ഭയങ്കര ടേസ്റ്റ് അതിന്. ഇനി ഇതിലേക്ക് മീൻ ഇട്ടിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ മീനിൽ മസാലയൊക്കെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ വേണം പുരട്ടിയെടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി കൊടുക്കുക. നമ്മൾ ആ വയറിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഒന്ന് പറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മസാല പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അപ്പോൾ ഇതിലെ മസാലയൊക്കെ നല്ല മീനിൽ നന്നായിട്ട് പിടിക്കും. ഇപ്പം ഞാൻ സാധാരണ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ മീനങ്ങ് ആദ്യം വെട്ടിയിട്ട് മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ഒരു ടൈം ആവുമല്ലോ, അന്നേരമാണ് ഞാൻ എടുത്ത് മീൻ വറക്കുന്നത്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചേക്കണത്. അപ്പോൾ ഒരുപാടൊന്നും ഓയിലൊന്നും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഈ മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ശരിക്കും അതിൻ്റെ പുറത്ത് നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഇതിലേക്ക് ഒരു മീൻ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. മീനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മീൻ ഇട്ട ശേഷം തീ കുറച്ച് വെക്കാം. ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്തൊക്കെ മീൻ വറക്കുവാണെങ്കിലേ ഭയങ്കര ടേസ്റ്റാട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. മീനൊക്കെ മൂത്ത് വരുന്നതൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ചിലവർക്ക് ഭയങ്കരമായിട്ട് നല്ലതുപോലെ മുരിഞ്ഞ് വരണം. അപ്പോൾ എനിക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം മുരിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ മീനിൻ്റെ മറ്റേ സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഒരു ഇലയിലേക്ക് മാറ്റുന്നതാണ്. ഇപ്പോൾ മുള്ളൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.